ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ചുങ്കം പള്ളാത്തുരുത്തിയിലെ വീടുകളാണ് പൂർണ്ണമായും വെള്ളത്തിലായത്. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്ഥാനത്തെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആലപ്പുഴയിലെ സ്ഥിതി രൂക്ഷമാണ്. ആലപ്പുഴയിലെ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ്. ഞാനിപ്പോൾ ഉള്ളത് ചുങ്കം പള്ളാത്തുരുത്തിയിലാണ്. ആലപ്പുഴ നഗരസഭയുടെ പള്ളാത്തുരുത്തി ഡിവിഷനിലെ 20ഓളം വീടുകളാണ് ഇത്തരത്തിലേക്ക് പൂർണ്ണമായി വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. 2018 സമാനമായാണ് ഇത്തരത്തിലേക്ക് വെള്ളം കയറിയെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അമ്മ ചേരുന്നുണ്ട്. കുറെ ദിവസമായി ഇങ്ങനെ തുടങ്ങി. ഇപ്പൊ 2 ആഴ്ചയായി ഇതിപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതലായത് ഞങ്ങള് ബുധനാഴ്ചയാണ് ഇവിടുന്ന് ഞങ്ങൾ അക്കലിലോട്ട് പോയി സാധനങ്ങളൊക്കെ. ഇതിപ്പോ ഞങ്ങൾ തിരിച്ചു ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നുമില്ല. എല്ലാം ഞങ്ങൾ ആദ്യം മുതലെല്ലാം മേടിക്കേണ്ട അവസ്ഥയായി. ഇപ്പൊ പാടത്തെ സെക്രട്ടറിയെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ മോട്ടർ വെക്കത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഒരു 6 മാസമെങ്കിലും ഇങ്ങനെ കിടക്കുമെന്ന്. 6 മാസം കടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ വീടും ഇല്ല, ഒന്നുമില്ല. അവര് പറയുന്ന വീട് പൊക്കി വെക്കാനാ പറയുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യത്തില്ല. ഇവർക്ക് ഇതിന്റെ പേരിൽ വെള്ളം കയറ്റി ഇത് നശിച്ച് കൃഷി നശിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് സർക്കാരിൽ നിന്നും നല്ല ഫണ്ട് കിട്ടും, കൃഷി ഡിപ്പാർട്ട്മെന്റിന്. ശരിയല്ലേ? അപ്പം നാളെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു വിദ്യാർത്ഥി തന്നെ ചേർന്ന് നാളെ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. ഈ വെള്ളത്തിനിടയ്ക്കുന്ന വലിയ പ്രശ്നമല്ലേ എന്ന് വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ നമ്മളിതെല്ലാം ഇതാക്കണ്ടേ? ഇത് എത്ര നാളോട്ടെ എന്റെ കൊച്ചിലോട്ട് ഈ വീട്ടിലാണ്, അപ്പുറത്തെ വീട്ടിലാണ്, എല്ലായിടത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുവാണ്. നാളെ കൊണ്ടുപോകാൻ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ട്. നാളെ കൊണ്ടുപോകാൻ സാധിച്ചപ്പോ ഇനി വെള്ളം കയറിക്കൊണ്ടിരിക്കുവാണ് വീടിന്റെ അകത്തോട്ടേക്ക്. അപ്പം അതിനകത്തുള്ള ബാഗ് വാങ്ങിയതെല്ലാം വെള്ളത്തിൽ കയറി അഴുക്ക് വെള്ളമല്ലേ. അപ്പൊ അതിനകത്തൊക്കെ ഇനി എത്രമാത്രം കഴുകിയിട്ടാണ് അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റുന്നതെന്ന് അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നാളെ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പം തന്നെ അവർക്ക് പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളെ വ്യക്തമാക്കുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നും ഇവർ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.